ജനാധിപത്യം എന്ന് പറയുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അല്ല. നിങ്ങൾ സൈഡ് തെറ്റിച്ച് മറികടന്ന് വന്ന് ബസ് നിർത്തുക എന്ന് പറയുന്ന ആരും ചെയ്യാൻ പാടില്ല. നിങ്ങളോടൊരാൾ നിയമലംഘനം നടത്തി മര്യാദകേട് കാണിച്ചു, അക്രമം കാണിച്ചു എങ്കിൽ അപ്പോഴും നിങ്ങൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് മേയറാണെങ്കിലും MLA ആണെങ്കിലും നേതാവാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും നിയമം എല്ലാവർക്കും തുല്യമാണ്. അതാണ് നീതി എന്ന് പറയുന്നത്. നിയമത്തിൻ്റെയും നീതിപീഠത്തിൻ്റെയും മുമ്പിൽ നമ്മളൊക്കെ തുല്യരാണ് എന്നുള്ളതിനെയാണ് ജനാധിപത്യം എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ആരും ചെയ്യാൻ പാടില്ല. ചെയ്യാൻ സാധിക്കുമെന്നല്ല, സാധിക്കാൻ പാടില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ സിനിമാ നടൻ സുരേഷ് ഗോപിയെ പറ്റി ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായി. അവരെന്താ ചെയ്തത്? അവർ പോലീസിൽ പരാതി കൊടുത്തു. ആ പരാതി ന്യായമാണോ അല്ലേ എന്നുള്ള അന്വേഷിക്കേണ്ടത് പോലീസാണ്. അപ്പോൾ ഇത് പോലീസിൽ പരാതിപ്പെടുക എന്നുള്ള ഒരു പണി മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഇവരൊക്കെ കൈകാര്യം ചെയ്യാണ്. അത് എവിടുത്തെ ജനാധിപത്യമാണ്? എവിടുത്തെ ന്യായമാണ്? പിന്നെ ശ്രീ ജയചന്ദ്രൻ എന്നോട് ക്ഷമിക്കണം, എന്നുവെച്ചാൽ എനിക്ക് താങ്കൾ സംസാരിക്കുമ്പോൾ ഓർമ്മ വന്ന ഒരു വാക്യം ഫ്രഞ്ച് ഭാഷയിലെ പ്രധാനപ്പെട്ട തത്വചിന്തകൻ വോൾട്ടയർ പറയുന്നൊരു വാക്യമുണ്ട്. കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന്. സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാമാന്യമായി കാണുന്ന ഒന്നല്ല. കാരണം ഒരു 700 ചില്ലാനം രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനായ ആ ഡ്രൈവർക്ക് വേണ്ടിയാണ് ഈ CCTV ദൃശ്യങ്ങൾ കാണാതെ പോയത്. അദ്ദേഹത്തിന് വേണ്ടി ആരോ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ താങ്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് പറയാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് എന്നോട് ക്ഷമിക്കുക, കോമൺ സെൻസിന് നിരക്കും എന്ന് വിശ്വസിക്കാൻ എൻ്റെ കോമൺ സെൻസ് എന്നെ അനുവദിക്കുന്നില്ല. കാരണം അപ്പുറത്തുള്ളത് ആരാണ്? കേരളത്തിലെ നിയമസഭാ സാമാജികന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഭർത്താവ് സച്ചിൻ ദേവ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ, അങ്ങനെ വളരെ സ്ഥാനപദവിയുള്ള 2 ആളുകളാണ്. അപ്പോൾ അവർക്ക് എത്ര വലിയ സ്വാധീനമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ആ ബസ്സിനകത്തോ പുറത്തോ ഉള്ള ഒരാളും അന്നേരത്തോ പിന്നീടോ അതിനെതിരായിട്ടൊരു വാക്ക് സംസാരിക്കുന്നില്ല എന്നുള്ളത്. അതായത് ആ ഭീതിയാണ് സത്യത്തിൽ എന്നെ ഏറ്റവും അധികം അസ്വസ്ഥനാക്കുന്നത്. അങ്ങനെ ഒരു ഭീതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യത്തിന് അർത്ഥമില്ല. നമ്മൾ ട്രെയിനിലും ബസ്സിലും ആശുപത്രിയിലും കല്യാണപ്പന്തലിലും എപ്പോഴും ആളുകൾ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ഇയാൾ ഗോവിന്ദച്ചാമി ആ അന്യായം കാണിക്കുമ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ, യാത്രക്കാർ കാണിച്ച ഉദാസീനത കൊണ്ടാണ് അത്ര വലിയ അന്യായം ആ പെൺകുട്ടിയോട് കാണിക്കാൻ ആ ഗോവിന്ദച്ചാമിക്ക് സാധിച്ചത്. ഇങ്ങനെ പറ്റരുത്. കാരണം നമ്മൾ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ധാർമ്മിക ബോധം, നമ്മുടെ നീതിബോധം, നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഇതാണ്. അല്ലാതെ അവരേത് പാർട്ടിക്കാരിയാണ്, അവരുടെ കൊടി ഏതാണ്, അവരുടെ ചിഹ്നം, ഇതൊക്കെ അപ്രസക്തമാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷിന എന്ന് പേരായ ഒരു വീട്ടമ്മയ്ക്ക് ഓപ്പറേഷൻ നടത്തിയപ്പോൾ ആ കത്രിക അവരുടെ വയറിനകത്ത് വെച്ച് തുന്നിപ്പോയി. ഇപ്പം എത്രയോ മാസങ്ങളായി അവർ സമരത്തിലാണ്, അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഹർഷിനയുടെ പാർട്ടി ഏതാണ്, പ്രദേശം ഏതാണ്, ജാതി ഏതാണ്, മതം ഏതാണ് എന്നുള്ളത് അന്വേഷിക്കുന്നതിനെ രാഷ്ട്രീയം എന്ന് പറയില്ല, ജനാധിപത്യം എന്ന് പറയില്ല. അവർ നീതി അർഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്ല എന്നാണ് പറഞ്ഞത്, അതാണെന്ന് തെളിഞ്ഞു. പിന്നെയും നടപടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടുത്തെ സ്ത്രീ സുരക്ഷ എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനമല്ലേ ആണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നാണക്കേടുകളിലൊന്ന് ഈ സ്ത്രീകളോട് കാണിക്കുന്ന അന്യായമാണ്. 89 സ്ത്രീകൾ ദിവസം ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. അതിലിപ്പോൾ ഏറ്റവും ഭീകരമായി വന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ കേസ് വന്നത് കർണാടകയിൽ. അത് എനിക്ക് വിസ്തരിക്കാൻ നാണക്കേട് തോന്നുന്നുണ്ട്. ഒരു പ്രധാനമന്ത്രിയുടെ കൊച്ചുമകൻ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ചെയ്തു കൂട്ടിയത് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്? ഇതിലെവിടെയാണ് രാഷ്ട്രീയം? ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ കേസിൽ എവിടെയാണ് രാഷ്ട്രീയം? ഇതുപോലെ ഈ വനിതാ മേയറോട് അശ്ലീല മുദ്ര കാണിച്ചെങ്കിൽ അതിൽ രാഷ്ട്രീയമില്ല. അതിലുള്ളത് എന്താണ്?
രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് നീതിക്ക് വേണ്ടി നമ്മൾ പൊരുതുക എന്നുള്ളതാണ് രാഷ്ട്രീയം, അല്ലാതെ കൊടിയുടെ നിറം നോക്കി അഭിപ്രായം പറയുക എന്നുള്ളതല്ല. അപ്പോൾ നീതി ആ ഡ്രൈവറും അർഹിക്കുന്നുണ്ട്, നീതി ആ വനിതാ മേയറും അർഹിക്കുന്നുണ്ട്. അത് തുല്യമാകണം. അപ്പോൾ ഡ്രൈവർ കൊടുത്ത പരാതിയിൽ പോലീസ് അന്വേഷിക്കുന്നില്ല, അല്ലെ അന്വേഷിക്കാൻ വൈകി, അതിന് മനുഷ്യാവകാശ കമ്മീഷൻ വരേണ്ടി വന്നു എന്നുള്ളത് പോലീസിൻ്റെ കൊള്ളരുതായ്മയാണ്. ആ KSRTC എന്തുകൊണ്ടാണ് പരാതിപ്പെടാത്തത്? ആ CCTV ദൃശ്യങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ ട്രിപ്പ് മുടക്കി, അല്ലെങ്കിൽ ഈ തരത്തിൽ ബസ്സിലെ ഡ്രൈവറോട് അന്യായം കാണിച്ചു, അല്ലെങ്കിൽ യാത്രക്കാരെ ഇറക്കി വിട്ടു. ഇതൊക്കെ KSRTCക്ക് പ്രശ്നമാവേണ്ടതാണ്. അവിടെ കാണിക്കുന്ന പക്ഷപാതം വരുമ്പോഴാണ് രാഷ്ട്രീയം വരുന്നത്. രാഷ്ട്രീയം വരാൻ പാടില്ല ഇതിനകത്ത്. അപ്പോൾ നിയമം, നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ്. അത് അങ്ങനെ ഇല്ല എന്ന് കാണുമ്പോൾ അതിനെതിരായി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങൾ തയ്യാറാവണം. യാത്രക്കാരും കാഴ്ചക്കാരും അതിൽ വളരെ കുറ്റകരമായ ഉദാസീനത കാണിച്ചു എന്ന് നമ്മൾ മലയാളികൾ തിരിച്ചറിയണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.